പുരുഷനുമെന്ന കണക്കെടുപ്പിന് ഒടുവിൽ പുരുഷന്മാരെ നിരത്തി നിർത്തി വെടിവെച്ച് കൊല്ലുന്ന ക്രൂരത, സ്ത്രീകൾക്കിടയിൽ നിന്ന് കന്യകമാരെ മാത്രം തിരഞ്ഞെടുത്ത് കൂട്ടബലാത്സംഗം ചെയ്യുന്ന അധമത്വം, സ്ത്രീകളെ ലൈംഗിക അടിമകളാക്കി മാറ്റി ഏറെക്കാലത്തിന് ശേഷം ഭ്രമം നശിച്ചു കഴിയുമ്പോൾ വെടിവെച്ചു കൊല്ലുന്ന പൈശാചികത്വം, ജീവരക്ഷാലയമായ ആശുപത്രികൾ പോലും കൊലക്കളമാകുന്ന മണ്ണ്, 460 പേർ ഒറ്റ ദിവസം ഭൂമുഖത്ത് നിന്ന് തുടച്ച് നീക്കപ്പെടുന്നു. 2.5 വർഷത്തിനിടയിൽ കൊല്ലപ്പെട്ടത് 1.5 ലക്ഷത്തോളം പേർ. ജീവനിൽ ഭയന്ന് പലായനം ചെയ്യേണ്ടി വന്നത് 1,20,00,000 ആളുകൾക്കാണ്. എവിടെയോ നടന്ന മനുഷ്യാവകാശ ദംശനങ്ങളുടെയും മനുഷ്യത്വത്തിനെതിരെയുള്ള കൊടും ക്രൂരതകളുടെയും വിവരണമാണ് ഇത് എന്ന് തെറ്റിദ്ധരിക്കരുത്. ഇത് 21-ാം നൂറ്റാണ്ടിലെ ചിത്രമാണ്. നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തിൽ മറ്റൊരു വൻകരയിൽ നിർബാധം നടന്നുകൊണ്ടിരിക്കുന്ന കൊടും ക്രൂരതകളാണ്. അറവുശാലകളെ പോലെ ആയി തീർന്നിരിക്കുന്ന ഈ രാജ്യം വരും കാലത്ത് ഭൂപടത്തിൽ നിന്ന് തുടച്ചു നീക്കപ്പെടുമോ എന്ന് പോലും സംശയിക്കേണ്ടി വരുന്ന സാഹചര്യമാണ്. ഈ രാജ്യത്തിന്റെ പേരാണ് സുഡാൻ. ആഫ്രിക്കൻ രാജ്യമായ സുഡാൻ ലോകത്തിനു മുന്നിൽ വരച്ചു കാണിച്ചിരിക്കുന്ന ചിത്രത്തിൽ നിന്ന് ഒഴുകുന്നത് ചുടുചോരയാണ്, രക്തക്കണ്ണീരാണ്. കശാപ്പ് മൃഗങ്ങളെ പോലെ മനുഷ്യർ അറക്കപ്പെടുന്ന നിലവിളികൾ നിലയ്ക്കാത്ത സുഡാന്റെ വർത്തമാനകാലം ഇനിയും നമ്മെ ശാന്തമായി ഉറങ്ങാൻ അനുവദിക്കരുത്. ഈ ക്രൂരതകൾക്കെതിരെ നാം ഇനിയും നിശബ്ദത പാലിക്കുകയാണ് ചെയ്യുന്നത് എങ്കിൽ സുഡാന് വേണ്ടി കല്ലുകൾ നിലവിളിക്കും. സുഡാന്റെ ദയനീയതയിലേക്ക്, നെടുവീർപ്പുകൾ കൊണ്ട് ശിലകൾ പോലും പിളരുന്ന ഊഷര വർത്തമാനത്തിലേക്ക്, രക്തക്കളമായി മാറിയിരിക്കുന്ന ആ രാജ്യത്തിന്റെ നിസ്സഹായതയിലേക്ക് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സുഡാനെ കുറിച്ചാണ്. അവിടുത്തെ രാഷ്ട്രീയ സ്ഥിതിഗതികളെയും തഴച്ചു വളരുന്ന അവിടുത്തെ തീവ്രവാദത്തെയും കുറിച്ചാണ്. ശതമാനവും സുന്നി മുസ്ലിം ജനസംഖ്യയുള്ള ആഫ്രിക്കൻ രാജ്യമാണ് സുഡാൻ. ആഫ്രിക്കയിലെ 3ാമത്തെ വലിയ രാഷ്ട്രം, വിസ്തീർണത്തിന്റെ കാര്യത്തിൽ ലോകത്തിലെ 16ാമത്തെ രാജ്യം, അറബ് സംസ്കാരം സ്വീകരിച്ചിരിക്കുന്ന രാജ്യം. 60 വർഷത്തോളം സുഡാൻ ബ്രിട്ടന്റെ കോളനിയായിരുന്നു. എന്നാൽ പതിവ് രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടായിരുന്നു ബ്രിട്ടൻ സുഡാനിൽ ഭരണം നടത്തിയിരുന്നത്. നേരിട്ട് ഭരിക്കാതെ ഈജിപ്തിന് സുഡാനെ ഭരിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ബ്രിട്ടൻ ചെയ്തത്. 1956-ലാണ് സുഡാൻ സ്വാതന്ത്ര്യം നേടിയത്. ബ്രിട്ടീഷ് അധിനിവേശം കൊണ്ട് അവരുടെ എല്ലാ കോളനി രാജ്യങ്ങൾക്കും നന്മയും ദോഷവും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ ഭരണത്തിൽ നിന്ന് യാതൊരു വിധത്തിലുള്ള നന്മകളും സ്വാംശീകരിക്കാൻ കഴിയാതെ പോയ ഒരു രാജ്യമായിരുന്നു സുഡാൻ. കാരണം നിരന്തരമായി തുടരുന്ന ആഭ്യന്തര യുദ്ധം തന്നെ. ആഭ്യന്തര പ്രശ്നങ്ങളിൽ നിന്ന് മുക്തി നേടാൻ സുഡാന് അന്നും ഇന്നും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. 1956-ൽ സ്വാതന്ത്ര്യം നേടിയ സുഡാൻ 2011 ആയപ്പോഴേക്കും സൗത്ത് സുഡാൻ, നോർത്ത് സുഡാൻ എന്നീ 2 രാജ്യങ്ങളായി വേർതിരിക്കപ്പെട്ടു. 1956 മുതൽ 2011 വരെയുള്ള കാലയളവ് സുഡാനെ സംബന്ധിച്ചിടത്തോളം ഭരണപരമായും രാഷ്ട്രീയപരമായും ഏറെ അനിശ്ചിതത്വങ്ങൾ നിറഞ്ഞത് ആയിരുന്നു. ഭരണ അട്ടിമറികളും പട്ടാള ഭരണവും ആഭ്യന്തര യുദ്ധങ്ങളും എല്ലാം ഇതിന്റെ ഭാഗമായി. 2003-ൽ ദാഫറിൽ നടന്ന കൂട്ടക്കൊലയിൽ 3 ലക്ഷത്തോളം പേരാണ് കൊല്ലപ്പെട്ടത്. പുറമേ നിന്നുള്ള ആരും വന്ന് ആയിരുന്നില്ല ഈ കൊലപാതകങ്ങൾ മുഴുവൻ നടത്തിയത്. നാട്ടുകാരെ തന്നെ കൊന്നൊടുക്കിയതിന്റെ ഫലമായിട്ടായിരുന്നു ഇത്. ഇത്തരത്തിലുള്ള കൂട്ടക്കൊലകളുടെ വർത്തമാനകാല പതിപ്പാണ് ഇപ്പോൾ സുഡാനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സുഡാനിലെ എൽ ഷാഫർ നഗരം പിടിച്ചെടുത്ത് അർദ്ധസൈനിക വിഭാഗമായ RSF നടത്തിയ കൂട്ടക്കൊലയോടെയാണ് സുഡാൻ മുൻപ് ഇല്ലാത്ത വിധത്തിൽ വർത്തമാനകാലത്തിൽ സജീവ ശ്രദ്ധ നേടുന്നത്. അവിടെ സംഭവിച്ചവയുടെ ചെറിയ വിവരണം മാത്രമാണ് തുടക്കത്തിൽ നമ്മൾ നൽകിയത്. ജീവൻ രക്ഷിക്കുന്ന ഇടമായ ആശുപത്രി അന്ന് കൊലക്കളമായി മാറി. 18 മാസമായി ആക്രമണം ആസൂത്രണം ചെയ്തിരുന്ന അർദ്ധസൈനിക വിഭാഗം വീടുകളും ആശുപത്രികളും കേന്ദ്രീകരിച്ച് നേരിട്ട് ആക്രമണം അഴിച്ചുവിട്ടതിന്റെ ഫലമായിരുന്നു 400-ലധികം കൊലപാതകങ്ങൾ. ലൈംഗിക അതിക്രമവും അതിൽ ഉൾപ്പെടുന്നുണ്ട്.
നേരം ഇരുണ്ട് വെളുക്കും മുൻപ് ഈ ഭൂമുഖത്ത് നിന്ന് നാമാവശേഷമാക്കപ്പെട്ടത് ആയിരക്കണക്കിന് ജീവനുകളാണ്. 25 വർഷമായി നീറിപ്പുകഞ്ഞുകൊണ്ടിരിക്കുന്ന സുഡാനിലെ സംഘർഷങ്ങൾ ഇതോടെ മൂർധന്യാവസ്ഥയിലേക്ക് എത്തുകയായിരുന്നു. തുടക്കത്തിൽ പറഞ്ഞതുപോലെ മനുഷ്യരെ നിരത്തി നിർത്തി വെടിവെച്ചു കൊന്നിടുകയായിരുന്നു അന്ന് ചെയ്തത്. അക്കൂട്ടത്തിൽ കുട്ടികളും സ്ത്രീകളും ഉണ്ടായിരുന്നു. മൃതദേഹങ്ങളിൽ നിന്ന് വാർന്നൊഴുകിയ രക്തം ഒരു തടാകം പോലെ സൃഷ്ടിച്ചുവെന്നും അതിൽ ചവിട്ടി നടന്നുപോയ ആളുകളുടെ കാലടികളിലെല്ലാം രക്തം പുരണ്ടവയായിരുന്നുവെന്നും ഉള്ള വിവരണങ്ങൾ മനുഷ്യ മനസാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്ന വിധത്തിൽ ഉള്ളവയായിരുന്നു. മനുഷ്യൻ അവന്റെ മനുഷ്യത്വത്തിൽ നിന്ന് പുറത്തു കടക്കുമ്പോൾ അവൻ മൃഗത്തിനും അപ്പുറം കിരാതനാകുമെന്ന് ലോകത്തിന് മനസ്സിലാക്കാൻ ഇതുപോലൊരു സംഭവം വേറെയില്ല. ആശുപത്രിയിലെത്തിയ അർദ്ധസൈനിക വിഭാഗം ഘട്ടം ഘട്ടമായിട്ടാണ് ആക്രമണം നടപ്പിലാക്കിയത് എന്ന് അറിയാൻ അവരുടെ പ്രവൃത്തികളെ വിലയിരുത്തിയാൽ മതി. ആദ്യം ചെയ്തത് ഡോക്ടർമാരെയും നഴ്സുമാരെയും തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. രണ്ടാമതെത്തിയപ്പോൾ ജീവനക്കാരെയും രോഗികളെയും കൂട്ടിരിപ്പുകാരെയും വെടിവെച്ചു കൊന്നു മടുത്തപ്പോൾ തിരികെ പോയി. മടുപ്പ് മാറിയപ്പോൾ വീണ്ടും തിരികെ എത്തി അവശേഷിക്കുന്നവരെയും ഇല്ലാതാക്കി. ഇതൊക്കെ എങ്ങനെ സംഭവിക്കും? ഇതൊക്കെ എങ്ങനെ അനുവദിച്ചു കൊടുക്കും? ഇവിടെ നിയമവാഴ്ചയിലെ സ്വാഭാവികമായും നമ്മളെ മുന്നിൽ ഉയരുന്ന ചോദ്യങ്ങളാണ് ഇവയൊക്കെ. അതെ, ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളതൊരു ചോദ്യമാണ്. രാജ്യത്തിന്റെ ഔദ്യോഗിക സൈന്യമാണ് സുഡാനീസ് ആർമിയായ SAF. ഇവർക്കാണ് കിഴക്ക് ഭാഗത്ത് ആധിപത്യമുള്ളത്. വിമത സേനയാണ് RSF. അർദ്ധസൈനിക വിഭാഗമാണ് റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ്. പടിഞ്ഞാറ് ഭാഗത്താണ് ഇവർക്ക് കൂടുതൽ മേധാവിത്വമുള്ളത്. ഇങ്ങനെ രണ്ട് ശക്തികൾ നിയന്ത്രിക്കുന്ന രാജ്യമായി സുഡാൻ ഇപ്പോൾ വേർതിരിക്കപ്പെട്ടിരിക്കുകയാണ്. 2023 ഏപ്രിൽ മുതൽക്കാണ് ഇരു വിഭാഗവും തമ്മിലുള്ള സംഘർഷങ്ങൾക്ക് തുടക്കം കുറിക്കപ്പെട്ടത്. ജനറൽ അബ്ദൽ ഫത്താഹ് അൽ ബുർഹാനാണ് SAFന്റെ നേതാവ്. ജനറൽ മുഹമ്മദ് ഹംദാൻ ഡഗാലോയാണ് RSFന്റെ നേതാവ്. ഇരുവർക്കും വേണ്ടത് ഒന്നു മാത്രമാണ്: അധികാരം. ഈ അധികാരത്തിന് വേണ്ടി നേതാക്കന്മാർ നിരപരാധികളെ മറയാക്കി പോരാട്ടം അഴിച്ചുവിടുന്നു. കുതിരപ്പുറത്തിരിക്കുന്ന പിശാചുക്കൾ എന്നാണ് RSF അറിയപ്പെടുന്നത് തന്നെ. ഒരു കാലത്ത് ഇരു വിഭാഗവും തമ്മിൽ സൗഹൃദമുണ്ടായിരുന്നുവെന്നാണ് ചരിത്രം. അന്ന് മുൻ പ്രസിഡന്റ് ഒമർ അൽ ബഷീറിനെ പുറത്താക്കാൻ ഇരുവരും കൈകൾ കൊടുക്കുകയും പിന്നീട് അധികാരം പങ്കിടുകയും ചെയ്തു. പക്ഷേ RSFനെ ദേശീയ സൈന്യത്തിൽ സംയോജിപ്പിക്കണമെന്ന ആവശ്യം ഉയർന്നു വന്നപ്പോൾ അതൊരു തർക്ക വിഷയമായി രൂപപ്പെട്ടു. ആ വിയോജിപ്പുകൾ രാജ്യവ്യാപകമായ തകർച്ചയ്ക്ക് കാരണമാവുകയായിരുന്നുവെന്നാണ് ഒരു വിഭാഗം ആളുകൾ പറയുന്നത്. സംസ്ഥാനത്തെ നിയന്ത്രിക്കാനുള്ള മത്സരമായി അത് രൂപപ്പെട്ടപ്പോൾ അതൊരു ആഭ്യന്തര കലാപത്തിലേക്കും യുദ്ധത്തിലേക്കും വളരുകയായിരുന്നു. തുടർന്ന് സമാനതകളില്ലാത്ത അവസ്ഥകളിലൂടെ സുഡാന് കടന്നു പോകേണ്ടി വരുന്നു. രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തും വംശീയ കൊലപാതകങ്ങൾ, നഗര ഉപരോധ യുദ്ധം, കുടിയിറക്കങ്ങൾ, പലായനങ്ങൾ, ക്ഷാമം, ലൈംഗിക അതിക്രമങ്ങൾ, കൂട്ടക്കൊലപാതകങ്ങൾ മുതൽ എല്ലാം അവിടെ നടമാടുകയാണ്. അധികാരത്തിന് വേണ്ടി മാത്രമല്ല ഈ സംഘർഷങ്ങൾ എന്നുകൂടി അറിയേണ്ടതുണ്ട്. സ്വർണ്ണ എണ്ണ നിക്ഷേപങ്ങൾ കൊണ്ട് സമൃദ്ധമായ ഭൂപ്രകൃതിയാണ് സുഡാന്റേത്. അതിൽ തന്നെ പ്രധാനമാണ് പടിഞ്ഞാറൻ സുഡാനിലെ ഒരു പ്രധാന സംസ്ഥാനമായ ദാർഫൂർ. ഏറ്റവും കൂടുതൽ സ്വർണ്ണ നിക്ഷേപമുള്ള മേഖലയാണിത്. സുഡാനിലെ സംഘർഷങ്ങളുടെ കേന്ദ്രസ്ഥാനം ഇപ്പോൾ ദാർഫൂർ ആണ്. ദാർഫൂറിനടുത്തുള്ള നോർത്ത് കോർദോഫാൻ സംസ്ഥാനത്തിന്റെ തലസ്ഥാനമാണ് അൽ ഒബൈദ്. ഇവിടെയാകട്ടെ എണ്ണഖനികളാൽ സമ്പുഷ്ടമാണ്. 2010 വരെ സ്വർണം ആഭ്യന്തര യുദ്ധങ്ങളിൽ പ്രധാന പങ്ക് വഹിക്കപ്പെട്ടിരുന്നില്ല. എന്നാൽ 2011 ആയപ്പോഴേക്കും സ്ഥിതിഗതികൾ കൂടുതൽ മോശമായി. കാരണം അപ്പോഴേക്കും സുഡാന്റെ വിഭജനം സംഭവിച്ചു കഴിഞ്ഞിരുന്നുവല്ലോ. ഇതേ തുടർന്ന് സുഡാന്റെ എണ്ണ വിഭവങ്ങളിൽ 75% സ്വർണത്തിന്റെ 90% നഷ്ടപ്പെട്ടിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇറ്റാലിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇന്റർനാഷണൽ പൊളിറ്റിക്കൽ സ്റ്റഡീസിന്റെ 2024 റിപ്പോർട്ട് പ്രസക്തമാകുന്നത്. റിപ്പോർട്ടിൽ പറയുന്നത് സുഡാനിലെ സ്വർണ്ണ നിക്ഷേപങ്ങൾക്ക് വേണ്ടിയുള്ള യുദ്ധമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ്. പ്രസിഡന്റ് ഒമർ അൽ ബഷീറിന്റെ ഭരണകൂടം സൈന്യവുമായി അടുത്ത ബന്ധമുള്ള കമ്പനികൾക്ക് ഖനന ഇളവുകൾ അനുവദിച്ചു കൊടുത്തിരുന്നു. 30 വർഷത്തോളം സുഡാൻ ഭരിച്ചിരുന്ന സ്വേച്ഛാധിപതിയായിരുന്നു അൽ ബഷീർ. 2017 ആയപ്പോഴേക്കും ഖനികളുടെ നിയന്ത്രണം മുഴുവൻ മുഹമ്മദ് ഹംദാൻ ദഗലോയുടെ കീഴിലുള്ള RSFന്റെ കീഴിലായി. അവരുടെ കമ്പനിയായ അൽഗുനാഡയുടെ നേതൃത്വത്തിലായിരുന്നു സ്വർണ്ണ കയറ്റുമതി നടന്നിരുന്നത്. 2018 അൽ ബഷീർ സ്വർണത്തിന്റെ നികുതി നിരക്ക് ഇരട്ടിയാക്കിയപ്പോൾ ഖനി തൊഴിലാളികൾക്കിടയിൽ അത് പ്രതിഷേധത്തിന് കാരണമാവുകയും ഒടുവിൽ അത് ബഷീറിനെ സ്ഥാനഭ്രഷ്ടനാക്കുന്നതിൽ അവസാനിക്കുകയും ചെയ്തു. അൽ ബഷീറിനെ സ്ഥാനഭ്രഷ്ടനാക്കിയതിനെ തുടർന്ന് സംയുക്ത സിവിലിയൻ സർക്കാർ രൂപമെടുത്തു. ഇതിലെ രണ്ട് വിഭാഗങ്ങളായിരുന്നു തുടക്കത്തിൽ പറഞ്ഞ SAFഉം RSFഉം.
ഇപ്പോൾ ഈ സൈനിക സഖ്യമാണ് തെറ്റിപ്പിരിഞ്ഞിരിക്കുന്നതും പരസ്പരം സംഘർഷത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതും. ഇരു സേനകൾ തമ്മിലാണ് സംഘർഷം നടക്കുന്നത് എങ്കിലും അതിനിടയിൽ പെട്ടുപോകുന്നത് സാധാരണക്കാരായ മനുഷ്യരാണ്. അവരെ എന്തിനാണ് ഈ കൊല്ലുന്നത്? ഈ ചോദ്യത്തിനും സംശയത്തിനുമുള്ള ഉത്തരം ഇതാണ്. പൊതുവായി ആഫ്രിക്കൻ രാജ്യങ്ങളിലെല്ലാം കണ്ടുവരുന്ന സ്ഥിതിഗതികളുമായി കൂടി ഇതിന് ബന്ധമുണ്ട്. ഭൂരിപക്ഷ രാജ്യങ്ങളിലും അസ്ഥിരമായ ഭരണമാണ് കാഴ്ചവെക്കുന്നത്. ഉദാഹരണത്തിന് കോങ്കോ. ഡയമണ്ടുകളും രക്തങ്ങളും മണ്ണിനടിയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന മണ്ണാണ് കോങ്കോയുടേത്. ബെൽജിയം കോളനിയാക്കിയിരുന്ന കോങ്കോയിൽ ഇപ്പോഴും ബെൽജിയത്തിന് പ്രാതിനിധ്യമുണ്ട്. പ്രസ്തുത രാജ്യങ്ങളിലെ രാഷ്ട്രീയ അസ്ഥിരത മുതലെടുത്ത് സ്വന്തം പോക്കറ്റ് വീർപ്പിക്കാൻ ശ്രമിക്കുന്ന പല രാജ്യങ്ങളുമുണ്ട്. ഇത്തരത്തിലൊന്നാണ് ബെൽജിയവും. ഭരണ സുസ്ഥിരതയുള്ള ഒരു രാജ്യത്ത് നിന്ന് എളുപ്പത്തിൽ പ്രകൃതി വിഭവങ്ങൾ ഖനനം ചെയ്തുകൊണ്ട് പോവുക അസാധ്യമാണ്. മാത്രവുമല്ല കനത്ത വിലയും അതിന് കൊടുക്കേണ്ടി വരും. എന്നാൽ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ ചേരിതിരിഞ്ഞു നിൽക്കുന്ന രാജ്യമാണ് എങ്കിൽ ഈ സാഹചര്യം മുതലെടുത്ത് ഏതെങ്കിലും ഒരു വിഭാഗത്തെ ആയുധങ്ങളും നാമമാത്ര തുകയും നൽകി തങ്ങളുടെ വശത്താക്കുകയും അവർ വഴി പ്രകൃതി വിഭവങ്ങൾ ചൂഷണം ചെയ്യുക എന്നത് വളരെ എളുപ്പമാണ്. അതാണിപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരമൊരു സ്ഥിതിവിശേഷം കണക്കിലെടുത്ത് ആഫ്രിക്കയുടെ വിഭവങ്ങളെ ചൂഷണം ചെയ്യുന്ന പല രാജ്യങ്ങളുമുണ്ട്. ഈ രീതി സുഡാനിലും പ്രാവർത്തികമാക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ആഫ്രിക്കൻ രാജ്യങ്ങളിലെ പ്രശ്നങ്ങളിൽ ലോകരാജ്യങ്ങൾ താല്പര്യം പുലർത്താത്തതും അതിന് രമ്യമായ പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കാത്തതും. മുത്തശ്ശി കഥയിൽ എന്നതുപോലെ ആടുകളെ തമ്മിൽ കൂട്ടിയിടിപ്പിച്ച് രക്തം കുടിക്കാൻ ശ്രമിക്കുന്ന ഒരു കുറുക്കനായി വേഷം കെട്ടി പല രാജ്യങ്ങളും ഇതിന്റെ മറവിൽ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ടാണ് സുഡാനിലെ പ്രകൃതി വിഭവങ്ങൾ സ്വന്തമാക്കാൻ വേണ്ടിയുള്ള യുദ്ധമാണ് ഇവിടെ നടക്കുന്നത് എന്ന് പറയപ്പെടുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ വൈരുദ്ധ്യം എന്ന് പറയുന്നത് എണ്ണ നിക്ഷേപവും സ്വർണ്ണ നിക്ഷേപവും ഉണ്ടായിരുന്നിട്ടും ലോകത്തിലെ ഏറ്റവും ദരിദ്ര രാജ്യങ്ങളിൽ ഒന്നാണ് സുഡാൻ എന്നതാണ്. രാജ്യത്തെ 4.5 കോടി ജനങ്ങളുടെ ദിവസ വേതനം എന്ന് പറയുന്നത് വെറും 171 രൂപയ്ക്ക് താഴെയാണ്. പലതരത്തിൽ ഞെരുങ്ങിയും ബുദ്ധിമുട്ടിയും ജീവിച്ചു വരുന്ന സുഡാനിലെ ജനങ്ങൾക്കിടയിലേക്കാണ് ഇപ്പോൾ ആഭ്യന്തര യുദ്ധം അതിന്റെ ഏറ്റവും രൂക്ഷമായ മുഖഭാവം പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഇത് സുഡാനിലെ ജനങ്ങളുടെ സ്ഥിതി അങ്ങേയറ്റം ദയനീയമാക്കിയിരിക്കുകയാണ്. പ്രകൃതി വിഭവങ്ങളെ വേണ്ട വിധം വിനിയോഗിച്ച് സ്വന്തം രാജ്യത്തിലെ ജനങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാൻ നേതാക്കന്മാർക്കും താല്പര്യമില്ല എന്നുള്ളതാണ് വാസ്തവം. തെരുവുകളിൽ അനാഥമാക്കപ്പെട്ട നിലയിൽ കൂടിക്കിടക്കുന്ന മൃതദേഹങ്ങൾ, പൂർണ്ണമായും സംസ്കരിക്കാതെ മൺകൂനകളിൽ പാതി നിലയിൽ കാണപ്പെടുന്ന മൃതദേഹങ്ങൾ, എൽഫാഷർ നഗരത്തിൽ കഴിഞ്ഞ ആഴ്ചകളിൽ കണ്ട ദൃശ്യങ്ങളിൽ ചിലത് മാത്രമാണിത്. രാജ്യാന്തര ഏജൻസികളുടെ ഉപഗ്രഹ ചിത്രങ്ങളും RSF സംഘാംഗങ്ങൾ മൊബൈലിൽ പകർത്തിയ ദൃശ്യങ്ങളും വഴിയാണ് അവിടെ നടക്കുന്ന ക്രൂരതയുടെ ഏകദേശ ചിത്രമെങ്കിലും പുറം ലോകത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്നാൽ ഇതിനും അപ്പുറമാണ് യഥാർത്ഥ സാഹചര്യങ്ങൾ എന്നാണ് ഐക്യരാഷ്ട്ര സംഘടന വ്യക്തമാക്കിയിരിക്കുന്നത്. വംശീയ വൈരവും അധികാര പ്രേമവും കൊണ്ട് സുഡാൻ പോരടിക്കുമ്പോൾ പിടഞ്ഞു വീഴുന്നത് നിരപരാധികളുടെ ജീവനും സ്വപ്നങ്ങളുമാണ്. ജീവിക്കുന്നുണ്ടെന്ന് പോലും തോന്നലില്ലാത്ത, ഏത് നിമിഷവും വേണമെങ്കിലും മരിക്കാമെന്ന് ഉറപ്പുള്ളതുപോലെയുള്ള ജീവിതങ്ങൾ. എന്തുകൊണ്ടാണ്, എന്തിനാണ് തങ്ങൾ ക്രൂരമായി കൊല്ലപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ആട്ടിയോടിക്കപ്പെടുകയും ചെയ്യുന്നതെന്ന് പോലും അറിഞ്ഞുകൂടാത്തവരാണ് ഈ പാവപ്പെട്ട മനുഷ്യർ എന്നുള്ളതാണ് വാസ്തവം. കൊല്ലുന്നവർ അല്ലാഹു അക്ബർ വിളിക്കുന്നു എന്നതാണ് ഈ അക്രമങ്ങളുടെ പിന്നിലെ ഏറ്റവും വലിയ വിരോധാഭാസം. സ്വന്തം വർഗക്കാർ തന്നെ തോക്കും ബോംബും യുദ്ധ ടാങ്കുകളുമായി ആർത്തട്ടഹസിച്ചു വരുന്നതും വീടുകൾ കത്തിക്കുന്നതും കണ്ടു നിൽക്കേണ്ടി വരുന്ന നിസ്സഹായ അവസ്ഥയിലാണ് സുഡാനികൾ ഇപ്പോൾ. 2023 മുതൽ 12 ദശലക്ഷത്തിലധികം ആളുകൾ അയൽ രാജ്യങ്ങളിലേക്കും രാജ്യത്തിന്റെ തന്നെ മറ്റു ചില ഭാഗങ്ങളിലേക്കും ചേക്കേറിയിരിക്കുന്നുവെന്നാണ് കണക്കുകൾ പറയുന്നത്. നിർബന്ധിതമായി കുടിയിറക്കപ്പെട്ട് ജീവൻ മാത്രം കൈമുതലാക്കി ഓടി രക്ഷപ്പെട്ടവർക്ക് കഴിക്കാൻ പോലും ഒന്നും ഇല്ല എന്നതാണ് മറ്റൊരു കാര്യം. മൃഗങ്ങൾക്ക് കൊടുക്കുന്ന ഭക്ഷണം പോലും തങ്ങൾക്ക് കഴിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നാണ് രക്ഷപ്പെട്ടവരുടെ മൊഴികൾ. പരിക്കേറ്റ പ്രിയപ്പെട്ടവരെ പലർക്കും പാതി വഴികളിൽ ഉപേക്ഷിക്കേണ്ടി വന്നു. കാരണം അവരെ കൂടി കൂട്ടിക്കൊണ്ടുപോകാൻ പറ്റുന്ന അവസ്ഥയിലല്ല കാര്യങ്ങൾ. പലായനത്തിനിടയിൽ ഇത്തരത്തിൽ വഴിയരികിൽ ഉപേക്ഷിക്കപ്പെട്ടു പോയവരും ധാരാളമുണ്ട്. ഗതികേട് കൊണ്ട് പ്രിയപ്പെട്ടവരെ വിട്ടുപേക്ഷിച്ച് പോകേണ്ടി വന്നവരുടെ ഹൃദയവേദന അവരെ മരണം വരെ വേട്ടയാടും. തെരുവുകളിലും ഗ്രാമവീഥികളിലും അനാഥമായി കിടക്കുന്ന മൃതദേഹങ്ങൾ ഇപ്രകാരം മരിച്ച് വീണവരുടേതാണ്. അതിൽ ഭർത്താവുണ്ട്, ഭാര്യയുണ്ട്, കൂടപ്പിറപ്പുകളുണ്ട്, മക്കളുണ്ട്, സുഹൃത്തുക്കളുണ്ട്. ബഹിരാകാശത്ത് നിന്ന് നോക്കിയാൽ പോലും സുഡാനിലെ രക്തത്തുള്ളികൾ കാണാൻ കഴിയുമെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ആ വാക്കുകളിലുണ്ട് സുഡാനിലെ കലാപത്തിന്റെ മുഴുവൻ രൂക്ഷതയും. ഇവിടെ ചർച്ച ചെയ്യേണ്ട മറ്റൊരു വിഷയം സുഡാനിൽ നടക്കുന്നത് വംശഹത്യയാണോ എന്നതാണ്. സുഡാനിലെ അതിശക്തമായ അർദ്ധസൈനിക വിഭാഗമായ RSF സൃഷ്ടിക്കപ്പെട്ടത് തന്നെ
വിമതർക്കെതിരെ പോരാടാനും സർക്കാർ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിനും വേണ്ടിയായിരുന്നു. വലിയൊരു സൈനിക ശക്തിയായി അത് വളരാൻ തെല്ലും സമയമെടുത്തുമില്ല. വംശഹത്യയുടെ പേരിൽ കുപ്രസിദ്ധി നേടിയ മിലീഷ്യകളിൽ ഒന്നാണ് RSF. ലാറ്റിൻ പദമായ മെലീസിൽ നിന്നാണ് മിലീഷ്യ എന്ന വാക്ക് ഉത്ഭവിച്ചിരിക്കുന്നത്. സൈനിക സംഘടന എന്ന രീതിയിലാണ് മിലീഷ്യകൾ നിർവചിക്കപ്പെടുന്നത്. സാധാരണയായി ഒരു രാജ്യത്തിന്റെയോ പ്രദേശത്തിന്റെയോ പൗരന്മാരെ ഉൾക്കൊള്ളുന്ന ഒരു സൈനിക സംഘടനയാണിത്. അടിയന്തര സാഹചര്യങ്ങളിൽ പ്രാദേശിക പ്രതിരോധത്തിനായി മിലീഷ്യകളെ വിന്യസിക്കാറുമുണ്ട്. സാധാരണ സൈന്യത്തിൽ നിന്ന് വ്യത്യസ്തമായി മുഴുവൻ സമയ സൈനികരല്ല ഇവർ എന്നതും പ്രത്യേകതയാണ്. അടിയന്തര ഘട്ടങ്ങളിൽ ഇവരുടെ സഹായം തേടുകയും മറ്റു സമയങ്ങളിൽ സാധാരണക്കാരെ പോലെയുള്ള ജീവിതം നയിക്കുകയും ചെയ്യുന്നവരാണ് ഇവർ. ഇങ്ങനെ സൈനിക ശക്തിയായി രൂപീകരിച്ച RSF തെല്ലും വൈകാതെ ജിഹാദി സ്വഭാവത്തിലേക്ക് വന്നു എന്നതാണ് യാഥാർത്ഥ്യം. IS-ഉം അൽ ഖ്വയ്ദയും പോലുള്ള തീവ്രവാദ ഗ്രൂപ്പായി ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല RSF എന്നേ ഉള്ളൂ. പ്രവർത്തനങ്ങളും ലക്ഷ്യങ്ങളും അവയുടേതിൽ നിന്ന് ഒട്ടും വിഭിന്നമല്ല RSF-ന്റേതും. വംശീയ കൊലപാതകങ്ങൾ നടത്തുക, കൂട്ടബലാത്സംഗങ്ങളും കൂട്ടക്കൊലപാതകങ്ങളും നടത്തുക എന്നിവയെല്ലാമാണ് RSF-ന്റെ രീതി. അതുകൊണ്ട് തന്നെ ഹമാസിന്റെ മറ്റൊരു പതിപ്പാണ് RSF എന്നാണ് പൊതുവെയുള്ള നിരീക്ഷണം. കാരണം അറബ് ഗോത്രങ്ങളിൽ നിന്നുള്ള തീവ്രവാദികളാണ് RSF എന്ന് പറയുന്നത്. RSF നടത്തുന്ന കൂട്ടക്കുരുതികൾ എല്ലാം അറബേതര ജനവിഭാഗങ്ങൾക്കെതിരെയുള്ളതാണ് എന്ന കണ്ടെത്തലാണ് ഇത്തരമൊരു നിഗമനത്തിലേക്ക് എത്താൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. നിർബന്ധിത കുടിയിറക്കലിനും കൂട്ടബലാത്സംഗങ്ങൾക്കും ഇരകളാകുന്നത് മുഴുവൻ അറബേതര സമൂഹങ്ങളാണ്. മുസ്ലിം ഇതര ജനവിഭാഗങ്ങളെ ഇല്ലായ്മ ചെയ്യുക എന്ന ഗൂഢലക്ഷ്യമാണ് ഇതിലൂടെ മറനീക്കി പുറത്തു വരുന്നത്. സുഡാനിലെ ഭൂരിഭാഗവും മുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞുവല്ലോ. കൃത്യമായ കണക്ക് ഇങ്ങനെയാണ്: 90% മുസ്ലിങ്ങളും, 5% ക്രൈസ്തവരും, 5% പ്രാദേശിക ഗോത്രവിഭാഗക്കാരുമാണ്. ഈ 10%മാണ് പീഡിപ്പിക്കപ്പെടുകയും ഇല്ലായ്മ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കൃത്യമായ രീതിയിലുള്ള വംശീയ അതിക്രമമാണ് ഇവിടെ ആസൂത്രണം ചെയ്യുന്നത് എന്നത് പകൽ പോലെ സത്യമാണ്, വ്യക്തമാണ്. റുവാണ്ടയിലെയും അർമേനിയയിലെയും വംശഹത്യകൾക്ക് തുല്യം തന്നെയാണ് സുഡാനിലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 1994 ഏപ്രിൽ 7 മുതൽ ജൂലൈ 19 വരെയുള്ള 100 ദിവസത്തിനുള്ളിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് റുവാണ്ടയിൽ നിന്ന് കൊല്ലപ്പെട്ടത്. ഹുട്ടു ഭൂരിപക്ഷത്തിൽപ്പെട്ടവർ ടുക്സി വിഭാഗക്കാരെയും ത്വവ വിഭാഗക്കാരെയും കൊലപ്പെടുത്തിയ സംഭവ പരമ്പരകളാണ് റുവാണ്ടൻ വംശഹത്യ എന്ന പേരിൽ ചരിത്രം വിശേഷിപ്പിക്കുന്നത്. അതുപോലെ ഒട്ടോമൻ സാമ്രാജ്യകാലത്ത് അർമേനിയൻ വംശജർക്കെതിരെ നടന്ന കൂട്ടക്കൊലകളാണ് അർമേനിയൻ വംശഹത്യ എന്ന പേരിൽ നിർവചിക്കപ്പെടുന്നത്. 1915 മുതൽ 1923 വരെ നടന്ന ഈ സംഭവങ്ങളിൽ ലക്ഷക്കണക്കിന് അർമേനിയക്കാരാണ് നാടുകടത്തപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്തത്. ഇതിന് സമാനമായ കാര്യങ്ങൾ തന്നെയാണ് സുഡാനിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതിനെ വംശഹത്യ എന്ന് വിശേഷിപ്പിക്കാൻ ഇപ്പോഴും ലോകരാജ്യങ്ങൾ തയ്യാറായിട്ടില്ല. അമേരിക്കയൊഴികെ ലോകനീതിയെയും നിയമവാഴ്ചകളെയും വെല്ലുവിളിച്ചുകൊണ്ടാണ് RSF സുഡാനിൽ അഴിഞ്ഞാടുന്നത്. മുൻപ് പറഞ്ഞതുപോലെ സുഡാന്റെ പ്രകൃതി വിഭവങ്ങളെ തങ്ങൾക്ക് മാത്രമായി അനുഭവിക്കാനും അവയിൽ നിന്ന് കിട്ടുന്ന എണ്ണമറ്റ സമ്പത്ത് വിധ്വംസക ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കാനും വേണ്ടിയാണ് ന്യൂനപക്ഷമായ അറബേതര ജനവിഭാഗങ്ങളെ തുടച്ചു നീക്കാനായി ഏതറ്റം വരെയും പോകാൻ RSF കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നത്. വളരെ സങ്കടകരമാണ് എന്ന് പറയട്ടെ, UAE പോലെയുള്ള രാജ്യങ്ങളുടെ പിന്തുണ RSF-നുണ്ട് എന്ന് പലയിടത്തു നിന്നും ചില അടക്കം പറച്ചിലുകളുണ്ട്. സുഡാനിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന സ്വർണത്തിന്റെ 90% പോകുന്നത് UAE-യിലേക്കാണ് എന്നുകൂടി അറിയേണ്ടതുണ്ട്. RSF-നെ UAE പിന്തുണയ്ക്കുന്നതിന് പിന്നിലെ കാരണങ്ങളിൽ ഒന്ന് ഇതാണ്. മാത്രവുമല്ല, സുഡാൻ സർക്കാരും ഇതേ ആരോപണം UAE-ക്കെതിരെ ഉന്നയിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ UAE-ക്കെതിരെ കേസ് ഉണ്ടായിരുന്നുവെങ്കിലും കേസ് തള്ളിപ്പോവുകയാണുണ്ടായത്. വരികളെ തമ്മിൽ കൂട്ടിവായിക്കാൻ അറിയാവുന്നവർക്ക് ഇവയുടെ അർത്ഥം മനസ്സിലാക്കാവുന്നതേയുള്ളൂ. യമനിലേക്കും ലിബിയയിലേക്കും സായുധ സംഘടന എന്ന പേരിൽ തീവ്രവാദികളെ കയറ്റി അയക്കുന്ന ഏർപ്പാടും RSF-നുണ്ട്. സുഡാനിലെ പ്രകൃതി വിഭവങ്ങളെ സ്വന്തമാക്കി പണം സമ്പാദിക്കുന്നതിന് പുറമെ മേൽപ്പറഞ്ഞ രീതിയിലും RSF പണം കൊയ്യുന്നുണ്ട്. ഇപ്പറഞ്ഞ രാജ്യങ്ങളുടെ എല്ലാം പരോക്ഷ പിന്തുണയെങ്കിലും RSF-ന് ലഭിക്കുന്നുണ്ട് എന്നത് വാസ്തവമാണ്. അതുകൊണ്ട് തന്നെയാണ് നിയമവാഴ്ചയെ വെല്ലുവിളിച്ചുകൊണ്ട് ഈ കൊടും ക്രൂരതകൾ ചെയ്യാൻ അവർക്ക് തെല്ലും മടിയില്ലാത്തതും. ചുരുക്കത്തിൽ സുഡാനിലെ പ്രശ്നങ്ങളെ വസ്തുനിഷ്ഠമായി അപഗ്രഥിച്ച് മുന്നോട്ടു പോകുന്ന നാം എത്തിച്ചേരുന്ന നിഗമനം ഇസ്ലാമിക തീവ്രവാദത്തിന്റെയും അതിന്റെ ഏറ്റവും രൂക്ഷമായ മുഖത്തിന്റെയും കൃത്യമായ പ്രകടനമാണ് സുഡാനിൽ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് എന്നാണ്.
എന്നാൽ അതിന് അത്തരമൊരു വിശേഷണം നൽകാൻ പലരും തയ്യാറായിട്ടുമില്ല. ഗോത്രവിഭാഗക്കാർ തമ്മിലുള്ള കുടിപ്പകയായി ആ സംഘർഷങ്ങളെ ചിത്രീകരിക്കാനാണ് പലർക്കും താല്പര്യം. അതാണ് കൂടുതൽ എളുപ്പവും. കാരണം ചില പ്രശ്നങ്ങളിൽ ഇടപെടാൻ താല്പര്യമില്ലെങ്കിൽ ആ പ്രശ്നങ്ങളിൽ നിന്ന് മുഖം തിരിക്കുകയാണല്ലോ നമുക്ക് ചെയ്യാൻ കഴിയുന്ന സുരക്ഷിതമായ മാർഗം. ആരെയെങ്കിലും പ്രീണിപ്പെടുത്താനുള്ള ശ്രമം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും നമുക്കും ചില സ്വാർത്ഥ ലക്ഷ്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും അങ്ങനെ ചെയ്യുകയാണ് എളുപ്പം. സുഡാന്റെ പട്ടാള ആർമി രാജ്യത്തിന്റെ പല മേഖലയിലും ഇതിനകം നിയന്ത്രണം ഏറ്റെടുത്തിട്ടുണ്ട് എങ്കിലും അവിടുത്തെ സ്ഥിതിയും തെല്ലും ആശാസ്യമല്ല എന്നാണ് മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നത്. സുഡാൻ പട്ടാള ആർമിയേക്കാൾ സുശക്തരായ RSFന് എപ്പോൾ വേണമെങ്കിലും പ്രത്യുത പ്രദേശങ്ങളെ കീഴടക്കാവുന്നതേയുള്ളൂ. 18 മാസത്തെ കാത്തിരിപ്പിന് ശേഷം ആശുപത്രി അടക്കം ആക്രമിച്ച് നിരപരാധികളെ കൊന്നൊടുക്കിയ RSF ക്രൂരത ആവർത്തിക്കപ്പെട്ടേക്കാം ഇനിയും. പല പ്രദേശങ്ങളിലും തൊഴിലില്ലായ്മയും തന്മൂലമുണ്ടാകുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും പട്ടിണിയിലേക്കും പരിവട്ടത്തിലേക്കും ആളുകളെ തള്ളിയിട്ടിരിക്കുകയാണ്. കാലിത്തീറ്റ മാത്രമേ ഇപ്പോൾ തങ്ങൾക്ക് ഭക്ഷണമായിട്ടുള്ളൂ എന്നാണ് സുഡാനിലെ ആളുകൾ പറയുന്നത്. കാലിത്തീറ്റ തിന്ന് ജീവൻ നിലനിർത്താൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരെ കുറിച്ച് നമുക്ക് ചിന്തിക്കാനാകുമോ? ഇങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന മനുഷ്യരെ കണ്ട് ഇനിയും നമുക്ക് കയ്യും കെട്ടി നമ്മുടെ കാര്യം മാത്രം നോക്കി നിൽക്കാൻ കഴിയുമോ? പ്രതീക്ഷകളുടെ പച്ചിലകളൊന്നും ഇപ്പോൾ സുഡാനിൽ അവശേഷിക്കുന്നില്ല. ആരോഗ്യ മേഖല തകർന്ന് തരിപ്പണമായിരിക്കുന്നു. ജീവൻ പിടിച്ചു നിർത്താൻ പോലും കഴിവില്ലാതെ ഒരു ജനത നിസ്സഹായമായി നോക്കി നിൽക്കുമ്പോൾ അവർക്ക് വിദ്യാഭ്യാസം നടത്താൻ കഴിയുമോ? ആരോഗ്യ മേഖലയും വിദ്യാഭ്യാസ മേഖലയും തകർന്ന ഒരു സമൂഹത്തിന് എവിടെയാണിനി ഭാവിയുള്ളത്? ഇക്കാരണത്താൽ തന്നെ അന്താരാഷ്ട്ര ലോകത്തിന്റെ സജീവ ശ്രദ്ധ സുഡാനിൽ പതിയേണ്ടതായിട്ടുണ്ട്. എന്നാൽ അപ്പോഴും കണ്ടുവരുന്നത് ഈ പ്രശ്നത്തെ വളരെ ലൈറ്റായിട്ടാണ് ലോകം കാണുന്നത് എന്നാണ്. പലസ്തീൻ പ്രശ്നത്തിൽ ലോകം ഇടപെട്ടതുപോലെ അടിയന്തര ശ്രദ്ധ സുഡാന്റെ കാര്യത്തിൽ ഇനിയും പതിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ആഫ്രിക്കൻ രാജ്യമല്ലേ, അവിടെ ഇതൊക്കെ സാധാരണമല്ലേ എന്നൊരു മട്ടാണ് പലർക്കുമുള്ളത്. ഈ അവസ്ഥയ്ക്ക് മാറ്റം വന്നേ തീരൂ. ഹമാസ് ഗാസയിൽ നടത്തുന്നത് സ്വാതന്ത്ര്യ സമര പോരാട്ടം ആണെന്നാണല്ലോ പ്രബുദ്ധ കേരളത്തിലെ ഒരു വിഭാഗം ആളുകൾ വാദിക്കുന്നത്. ഇസ്രായേൽ ഹമാസിനെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നതിനെ വംശഹത്യ എന്നാണ് ഇക്കൂട്ടർ വിശേഷിപ്പിക്കുന്നതും. ഇതിന്റെ പേരിൽ കണ്ണീരൊഴുക്കുന്ന ഒരാളും സുഡാനിലെ ഈ കൂട്ടക്കൊലയുടെ പേരിൽ കണ്ണീരൊഴുക്കുന്നതോ അതിനെ വംശഹത്യ എന്ന് വിശേഷിപ്പിക്കുന്നതോ ആയി ഇതുവരെയും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. മനുഷ്യൻ എവിടെയും മനുഷ്യനാണ്. ജാതിയോ മതമോ വർണ്ണമോ വിശ്വാസമോ നോക്കാതെ എല്ലാവരും ആത്യന്തികമായി മനുഷ്യർ തന്നെയാണ്. മനുഷ്യത്വത്തിനെതിരെയുള്ള ഏതൊരു വിധത്തിലുള്ള ആക്രമണവും വിധ്വംസക പ്രവർത്തനങ്ങളും അപലപിക്കേണ്ടതും അതിനെ അടിച്ചമർത്തേണ്ടതുമാണ്. അത് IS ആയാലും ബോക്കോ ഹറാം ആയാലും RSF ആയാലും ഹമാസ് ആയാലും തങ്ങൾക്ക് ആഭിമുഖ്യമുള്ളവർ എന്ത് ചെയ്താലും അതിനെ ന്യായീകരിക്കുകയും ഇരവാദമുയർത്തി കണ്ണീരൊഴുക്കുകയും ചെയ്യുന്നത് ഒരു തരത്തിലുള്ള ക്രൂരത തന്നെയാണ്. ഭീകരരെക്കാൾ വേറൊരു തരത്തിലുള്ള ക്രൂരമായ മനസ്സിന്റെ ഉടമകളാണ് ഇത്തരത്തിലുള്ളവർ. അതുകൊണ്ട് ഭരണ അസ്ഥിരതയുടെ ഭാഗമായുള്ള കേവലം സംഘർഷം മാത്രമല്ല സുഡാനിൽ നടക്കുന്നത്, അതൊരു വംശഹത്യയാണ് എന്ന തിരിച്ചറിവുണ്ടാകാൻ നാം ഇനിയും വൈകിക്കൂടാ. UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസിന്റെ ശബ്ദം ഈ അവസരത്തിൽ ഉയർന്നു കേൾക്കുന്നുണ്ട്. പോരാട്ടം അവസാനിപ്പിക്കണമെന്നും വെടിനിർത്തൽ നടപ്പിലാക്കണമെന്നും ആവശ്യപ്പെടുന്ന അദ്ദേഹം സംവാദത്തിന് എല്ലാവരും തയ്യാറാകണമെന്നും ആഹ്വാനം ചെയ്യുന്നു. ഈ ശബ്ദം നാം കേൾക്കേണ്ടതുണ്ട്, ഇതനുസരിച്ച് പെരുമാറേണ്ടതുണ്ട്. ഇത്തരം ആഹ്വാനങ്ങളെ അവഗണിച്ചാൽ ഒരു ജനവിഭാഗം മനുഷ്യരെ ഈ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കിയതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വത്തിൽ നിന്ന് നമുക്കൊരിക്കലും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. ഷേക്സ്പിയറിന്റെ ആ കഥാപാത്രത്തെ പോലെ നമ്മുടെ കൈകളിലെ രക്തക്കറ കഴുകിക്കളയാൻ ലോകത്തിലെ എല്ലാ സമുദ്രത്തിലെയും വെള്ളം മതിയാവുകയുമില്ല.